നമസ്കാരം, ഞാൻ പ്രജിൻ സി കണ്ണൻ. ഈ ദിനത്തിലെ 24 വാർത്തകളുടെ പൂർണ്ണ വിശദാംശങ്ങളുമായി 24 ആരംഭിക്കുന്നു. സ്വാഗതം. തിരുവനന്തപുരം കൈതമുക്കിൽ പട്ടിണി സഹിക്കാൻ കഴിയാതെ പെറ്റമ്മ കുഞ്ഞുങ്ങളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. സർക്കാർ പുറമ്പോക്കിൽ കഴിയുന്ന സ്ത്രീയാണ് 6 മക്കളിൽ 4 മക്കളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയത്. കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കുമെന്ന് മേയർ കെ ശ്രീകുമാർ പറഞ്ഞു. തിരുവനന്തപുരം കൈതമുക്കിൽ റെയിൽവേ പുറമ്പോക്കിൽ ടാർപോളിൻ കെട്ടിമറച്ച കുടിലിലാണ് അമ്മയും 6 കുട്ടികളും ഭർത്താവും താമസിക്കുന്നത്. സ്ത്രീയുടെ ഭർത്താവ് കൂലിപ്പണിയെടുത്ത് ലഭിക്കുന്ന വരുമാനത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. എന്നാൽ ഇയാൾ മദ്യപിച്ച് വന്ന് കുട്ടികളെ മർദ്ദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ശിശുക്ഷേമ സമിതിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. അമ്മ നൽകിയ അപേക്ഷയിൽ 6 മക്കളിൽ 4 പേരെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇവരുടെ ഒരു കുട്ടി മണ്ണ് തിന്ന് വിശപ്പടക്കിയതായും ശിശുക്ഷേമ സമിതിക്ക് നൽകിയ അപേക്ഷയിൽ അമ്മ പറയുന്നു. 3 മാസം പ്രായമുള്ളതും 1.5 വയസ്സ് പ്രായമുള്ളതുമായ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ സാന്നിധ്യം അനിവാര്യമായതിനാൽ ഇവരെ സമിതിക്ക് കൈമാറിയിട്ടില്ല. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മേയർ കെ ശ്രീകുമാർ വീട് സന്ദർശിക്കുകയും നഗരസഭയുടെ പണി പൂർത്തിയായി കിടക്കുന്ന ഫ്ളാറ്റുകളിലൊന്ന് ഇവർക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. പണി പൂർത്തിയായി കിടക്കുന്ന ഫ്ളാറ്റിൽ ഒരു ഫ്ളാറ്റ് ഇവർക്ക് നൽകാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുന്ന കാര്യവും അറിയിക്കുകയാണ്. വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ മന്ത്രി കെ ശൈലജയും നിർദ്ദേശം നൽകി. കോസ്റ്റ് ഗാർഡ് അക്കാദമി കേരളത്തിന് നഷ്ടമായി. പരിസ്ഥിതി മന്ത്രാലയം എതിർപ്പറിയിച്ച സാഹചര്യത്തിൽ അക്കാദമി സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചതായി പ്രതിരോധ മന്ത്രാലയം രേഖാമൂലം രാജ്യസഭയിൽ വ്യക്തമാക്കി. രാജ്യസഭയിൽ എളമരം കരീമിനെ പ്രതിരോധ സഹമന്ത്രി ശ്രീമതി യശോദ് നായിക്കാണ് രേഖാമൂലം കോസ്റ്റ് ഗാർഡ് അക്കാദമി കേരളത്തിൽ സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചതായി അറിയിച്ചത്. പരിസ്ഥിതി മന്ത്രാലയം കണ്ണൂരിലെ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം CRZ-1A സോണിൽ ഉൾപ്പെടുന്നതാണെന്ന് അറിയിച്ച സാഹചര്യത്തിലാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം. 2009 അക്കാദമി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 164 ഏക്കർ സ്ഥലം പദ്ധതിക്കായി കൈമാറി. 2011 മെയ് 28 അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി തറക്കല്ലിടുകയും ചെയ്തു. കണ്ടൽക്കാട് കൂടി ഉൾപ്പെടുന്ന പ്രദേശമായതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമായിരുന്നു. തീരദേശ പരിപാലന ചട്ടപ്രകാരം സോൺ 1 വരുന്ന പ്രദേശമായതിനാൽ അനുമതി നൽകാൻ കഴിയില്ലെന്നാണ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ തീരുമാനം. അതേസമയം അഴീക്കലിൽ നഷ്ടമായ പദ്ധതി സമീപത്തുള്ള മറ്റ് തീരദേശ സംസ്ഥാനങ്ങളായ ഗോവയ്ക്കോ കർണാടകയ്ക്കോ ലഭിക്കും. സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതിൽ കുറഞ്ഞ തുകയ്ക്ക് മികച്ച സേവനം വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞെന്ന് ആക്ഷേപം. എന്നാൽ കൊട്ടേഷൻ നിരസിച്ചത് മികച്ച സൗകര്യങ്ങളുള്ള ഹെലികോപ്റ്റർ നൽകാത്തതിനാലെന്ന് പോലീസിന്റെ വിശദീകരണം. പവർഹാൻസ് കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപ് ചിപ്സൺ ഏവിയേഷൻ എന്ന കമ്പനി ഇതേ തുകയ്ക്ക് കണ്ണൂരും കൊച്ചിയും തിരുവനന്തപുരത്തുമായി 3 ഹെലികോപ്റ്ററുകൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. 20 മണിക്കൂറിന് പകരം 60 മണിക്കൂർ സേവനം ഉറപ്പു നൽകി. കൂടുതൽ സേവനം വാഗ്ദാനം ചെയ്ത ചിപ്സൺ ഏവിയേഷനെ തള്ളിയാണ് പവർഹാൻസുമായി കരാറിൽ ഏർപ്പെട്ടത്. ഹെലികോപ്റ്റർ ഇടപാടിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതിയിൽ അംഗമല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയാണ് എല്ലാ നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചതെന്നും ആക്ഷേപമുണ്ട്. ചിപ്സൺ വാഗ്ദാനം ചെയ്തത് 6 സീറ്റ് വരെയുള്ള ഒറ്റ എഞ്ചിൻ ഹെലികോപ്റ്ററാണ്. നക്സൽ വിരുദ്ധ പ്രവർത്തനം പോലെയുള്ള ഓപ്പറേഷനുകൾക്ക് ഇതിന്റെ സൗകര്യം മതിയാവില്ല. 11 സീറ്റുള്ള ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്ററുകൾ നൽകിയതുകൊണ്ടാണ് പവർഹാൻസുമായി കരാറിൽ ഏർപ്പെട്ടതെന്നാണ് പോലീസ് വിശദീകരണം. സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു മാസം 20 മണിക്കൂർ പറക്കാൻ 1,44,00,000 രൂപ മുടക്കുന്നത് ഈ സാമ്പത്തിക തകർച്ചയുടെ ഇടയിൽ വേണമോ? സർക്കാർ ആലോചിക്കേണ്ട കാര്യമാണ്. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മന്ത്രിമാർക്ക് താൽപര്യം വിദേശയാത്ര മാത്രമാണെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. നാളികേര വികസന കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവ് നടപ്പാക്കാത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. നാളികേര വികസന കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും നൽകണമെന്ന് 1 വർഷം മുൻപ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ആ ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഈ വിഷയത്തിൽ സമർപ്പിക്കപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ വിമർശനം. നടപ്പാക്കപ്പെടുന്നില്ലെങ്കിൽ എന്തിനാണ് ഉത്തരവുകൾ ഇറക്കുന്നതെന്നും വിധിന്യായങ്ങൾ എഴുതുന്നതിൽ അർത്ഥമില്ലെന്നും കോടതി തുറന്നടിച്ചു. മന്ത്രിമാർക്ക് താൽപര്യം വിദേശയാത്രകളിൽ മാത്രമാണെന്ന് കുറ്റപ്പെടുത്തിയ കോടതി ഉദ്യോഗസ്ഥ ലോബിയുടെ ബന്ദികളാണോ സർക്കാർ എന്നും ചോദിച്ചു. IASകാർ AC മുറികളിൽ ഇരുന്ന് ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ തിരിച്ചറിയുന്നില്ല. കോടതിയലക്ഷ്യ ഹർജിയിൽ ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. സർക്കാരിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും ഇതിൽ കൂടുതലൊന്നും ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു.
രണ്ടാം ഊഴം നോവൽ സിനിമയാക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർവാദങ്ങളോ നടപടികളോ പാടില്ലെന്ന് സുപ്രീംകോടതിയിൽ MT വാസുദേവൻ നായരുടെ തടസ്സ ഹർജി. സിനിമയുടെ കരാർ ലംഘന വിഷയത്തിൽ മധ്യസ്ഥത വേണമെന്നാവശ്യപ്പെട്ട സംവിധായകൻ ശ്രീകുമാർ മേനോൻ സുപ്രീംകോടതിയെ സമീപിക്കാനിരിക്കെയാണ് MTയുടെ ഹർജി. രണ്ടാം ഊഴം നോവൽ സിനിമയാക്കാനുള്ള കരാർ ലംഘിച്ചെന്നാരോപിച്ച് MT വാസുദേവൻ നായർ നൽകിയ കേസിൽ മധ്യസ്ഥത വേണമെന്ന VS ശ്രീകുമാറിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ ശ്രീകുമാർ തീരുമാനിച്ച സാഹചര്യത്തിലാണ് MTയുടെ തടസ്സ ഹർജി. നോവൽ സിനിമയാക്കുന്നതുമായി ബന്ധപ്പെട്ട് VS ശ്രീകുമാറുമായി തുടർ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് കാട്ടിയാണ് തടസ്സ ഹർജി. 2014 രണ്ടാം ഊഴം സിനിമയാക്കാൻ MTയും ശ്രീകുമാറും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചത്. 3 വർഷത്തിനുള്ളിൽ സിനിമ പൂർത്തിയാക്കുമെന്നായിരുന്നു കരാർ. കരാറിന്റെ കാലാവധി കഴിഞ്ഞിട്ടും സിനിമ നിർമ്മിക്കാത്തതിനെ തുടർന്ന് രണ്ടാം ഊഴം സിനിമയാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് MT കോടതിയെ സമീപിക്കുകയായിരുന്നു. പരാതിയിൽ കോഴിക്കോട് മുനിസിഫ് കോടതി രണ്ടാം ഊഴം സിനിമയാക്കുന്നതിൽ നിന്ന് VS ശ്രീകുമാറിനെ വിലക്കി. തുടർന്നാണ് ശ്രീകുമാർ ഹൈക്കോടതിയെ സമീപിച്ചതും മധ്യസ്ഥ ചർച്ച കോടതി തടഞ്ഞതും. തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 23ആയി. മേട്ടുപ്പാളയത്ത് കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് 17 പേർ മരിച്ചു. 3 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്ടിലെ തീരമേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. മേട്ടുപ്പാളയത്ത് 3 വീടുകൾ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ 17 പേർ മരിച്ചു. മരിച്ചവരിൽ 12 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്നു. സ്ഥലത്ത് കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം തേടുവാനും തമിഴ്നാട് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് വിലയിരുത്തൽ. തീരമേഖലയിൽ കേന്ദ്രസേനയുടെ സഹായം അഭ്യർത്ഥിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. 6 തീരദേശ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1500 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തൂത്തുക്കുടി, തിരുനെൽവേലി എന്നിവിടങ്ങളിൽ റെക്കോർഡ് മഴയാണ് രേഖപ്പെടുത്തിയത്. ചെന്നൈ ഉൾപ്പെടെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. 176 ദുരിതാശ്വാസ ക്യാമ്പുകൾ ചെന്നൈയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ടതോടെ സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മലപ്പുറം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റ് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിൽ ഒറ്റപ്പെട്ടതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ലക്ഷദ്വീപിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും നാളെ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും കടൽ തീരത്തേക്കുള്ള വിനോദസഞ്ചാരികൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഇക്വറ്റോറിയൽ പ്രദേശങ്ങളിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. അടുത്ത 48 മണിക്കൂറിൽ ഇത് ശക്തി പ്രാപിക്കും. കൂടാതെ അടുത്ത 24 മണിക്കൂറിൽ ലക്ഷദ്വീപിനും തെക്ക് കിഴക്കൻ അറബിക്കടലിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. ഹൈദരാബാദിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം പാർലമെന്റിന്റെ ഇരുസഭകളും ചർച്ച ചെയ്തു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും രാജ്യത്തെ ക്രമസമാധാന നില ശോചനീയമെന്നും പ്രതിപക്ഷം. ഹൈദരാബാദിൽ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഞെട്ടൽ രേഖപ്പെടുത്തി. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് NCP, JDU, ആം ആദ്മി പാർട്ടി എന്നിവർ ആവശ്യപ്പെട്ടു. സമൂഹം മുഴുവൻ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഒരുമിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ കോൺഗ്രസ് MPമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ പുതിയ നിയമം കൊണ്ടുവരേണ്ടതില്ലെന്നും ഇപ്പോഴത്തെ നിയമം ശക്തമായി നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പറഞ്ഞു. പ്രതികൾ കരുണ അർഹിക്കുന്നില്ലെന്നും വെങ്കയ്യ നായിഡു വ്യക്തമാക്കി. ഹൈദരാബാദിൽ യുവ വെറ്ററിനറി ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി ട്രക്ക് ഡ്രൈവർ മുഹമ്മദ് ആരിഫിന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും വിജിലൻസിനെ വിട്ടിച്ച് ആരിഫ് കടന്നുകളഞ്ഞിരുന്നു. നവംബർ 25 രാവിലെ 4 മണിയോടെ വിജിലൻസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും മുഹമ്മദ് ആരിഫ് ഓടിച്ച ട്രക്ക് തടഞ്ഞ് പരിശോധിച്ചിരുന്നെങ്കിലും അന്നും ആരിഫ് അറസ്റ്റ് ചെയ്യപ്പെടുകയോ ട്രക്ക് പിടിച്ചെടുക്കപ്പെടുകയോ ചെയ്തില്ല. ആരിഫ് സെൽഫ് സ്റ്റാർട്ട് കേബിൾ വിച്ഛേദിച്ചതോടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാതെയായി. തുടർന്ന് ആരിഫിനെ അറസ്റ്റ് ചെയ്യാതെ ഉദ്യോഗസ്ഥർ പോയപ്പോൾ വണ്ടിയുമായി കടന്നുകളയുകയായിരുന്നു. കേസന്വേഷണം പുരോഗമിക്കവെയാണ് ആരിഫിന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്നും മുൻപ് പലതവണ പോലീസിനെ കബളിപ്പിച്ചെന്നും കണ്ടെത്തിയത്. കഴിഞ്ഞ 2 വർഷമായി ലൈസൻസ് ഇല്ലാതെ ട്രക്ക് ഓടിക്കുന്ന ആരിഫിനെ ഒരിക്കൽ പോലും പോലീസ് പിടികൂടിയിട്ടില്ല. മുഹമ്മദ് ആരിഫ് ഉൾപ്പെടെ 4 പ്രതികളും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ദില്ലി കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളുടെ ദയാഹർജി തള്ളി ദില്ലി സർക്കാർ. ദയ ഒരു കാരണവശാലും പ്രതികൾ അർഹിക്കുന്നില്ലെന്ന് ദയാഹർജി തള്ളിക്കൊണ്ട് ദില്ലി സർക്കാർ വ്യക്തമാക്കി.
ഡൽഹി കൂട്ടബലാത്സംഗത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 4 പ്രതികൾ നൽകിയ ദയാഹർജി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡൽഹി സർക്കാരിന് കൈമാറിയിരുന്നു. നിലപാട് വ്യക്തമാക്കാനായിരുന്നു നിർദ്ദേശം. പ്രതികൾ നൽകിയ ദയാഹർജി പരിഗണിക്കാൻ പോലും അർഹതയില്ലാത്തതാണെന്നാണ് ഡൽഹി സർക്കാരിന്റെ മറുപടി. ഇക്കാര്യം വ്യക്തമാക്കി ഇന്നലെ രാത്രിയോടെ ഫയൽ ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി. അക്ഷയ് താക്കൂർ, വിനയ് ശർമ്മ, പവൻ ഗുപ്ത, മുകേഷ് സിംഗ് എന്നിവരുടെ ദയാഹർജിയാണ് തള്ളിയത്. ആഭ്യന്തര മന്ത്രാലയം ഈ ആഴ്ച തന്നെ നടപടികൾ പൂർത്തിയാക്കി ദയാഹർജി തള്ളാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യും. ഡിസംബർ 16 സംഭവത്തിന്റെ 7ാം വാർഷികമാണ്. അന്ന് തന്നെ വധശിക്ഷ നടപ്പാക്കാനാണ് ഇപ്പോൾ ശ്രമം. ഇതിനായി തിഹാർ ജയിലിൽ തൂക്കുമരത്തിന്റെ നവീകരണമടക്കമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രാഹുൽ ബജാജിന്റെ വിമർശനത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ബി.ജെ.പി. ശ്രമം. പ്രസ്താവനയ്ക്ക് പിന്നിൽ നിക്ഷിപ്ത അജണ്ടയുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും ബി.ജെ.പി. വക്താക്കളും പ്രതികരിച്ചു. എന്നാൽ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് രാഹുൽ ബജാജിന്റെ നിലപാട്. മുംബൈയിൽ എക്കണോമിക്സ് ടൈംസ് സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷായുടെയും നിർമ്മലാ സീതാരാമന്റെയും സാന്നിധ്യത്തിലായിരുന്നു രാഹുൽ ബജാജിന്റെ വിമർശനം. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ ജനങ്ങൾ ഭയക്കുന്ന അന്തരീക്ഷമാണ് രാജ്യത്തുള്ളതെന്ന് രാഹുൽ ബജാജ് തുറന്നടിച്ചു. ആരും ഭയക്കേണ്ട കാര്യമില്ലെന്ന് അമിത്ഷാ തത്സമയം മറുപടി നൽകി. രാഹുൽ ബജാജിന്റെ വിമർശനങ്ങൾക്ക് അമിത്ഷാ വേദിയിൽ വെച്ചു തന്നെ മറുപടി പറഞ്ഞെങ്കിലും വിമർശനം വലിയ ശ്രദ്ധ നേടി. ഇത് രാഷ്ട്രീയമായി സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾക്ക് ശക്തി നൽകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ബജാജിന്റെ വിമർശനത്തിനു പിന്നിൽ നിക്ഷിപ്ത അജണ്ടയുണ്ടെന്ന് വരുത്താനുള്ള ബി.ജെ.പിയുടെ ശ്രമം. മോദി സർക്കാരിനെ വിമർശിക്കാൻ ഇന്ത്യക്കാർ ഭയപ്പെടുന്നുവെന്ന രാഹുൽ ബജാജിന്റെ പ്രസ്താവന രാജ്യ താൽപര്യത്തെ മുറിപ്പെടുത്തുമെന്ന് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ട്വിറ്ററിൽ കുറിച്ചു. പാർലമെന്റ് സീറ്റിനായി സർട്ടിഫിക്കറ്റ് നേടാനുള്ള വഴിയാണ് രാഹുൽ ബജാജിന്റെ വിമർശനമെന്നാണ് ബി.ജെ.പി. വക്താക്കളുടെ നിരീക്ഷണം. അതേസമയം തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായാണ് രാഹുൽ ബജാജിന്റെ നിലപാട്. വാഹന പരിശോധനയുടെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന് ടൂറിസ്റ്റ് ബസ് ഉടമയുടെ ഭീഷണി. സ്പീഡ് ഗവർണർ ഇല്ലാത്തതിനാൽ വണ്ടിയുടെ CF റദ്ദാക്കിയതിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത്. ഭീഷണിയുടെ ശബ്ദരേഖ 24 ലഭിച്ചു. കൊട്ടാരക്കര സബ് RTO ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജീഷ് കുമാറിനാണ് ഫോണിലൂടെ ഭീഷണി ലഭിച്ചിരിക്കുന്നത്. സ്പീഡ് ഗവർണർ ഇല്ലാത്തതിനാൽ വണ്ടിയുടെ CF റദ്ദാക്കിയതിന്റെ പേരിലാണ് അജീഷിന് ഭീഷണി നേരിട്ടത്. CF റദ്ദാക്കിയ നടപടി പിൻവലിക്കണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു ജോസ് ട്രാവൽസ് ഉടമ ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ടത്. ഇതിന് അജീഷ് തയ്യാറാകാതിരുന്നതോടെ സംഭാഷണം ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറുകയായിരുന്നു. ഞാൻ നിന്നെ കാണുന്നുണ്ട്, ഡ്യൂട്ടി സമയം കാണുന്നുണ്ട്. ആയിക്കോട്ടെ, കാണാൻ പാട്. ശരി ശരി. അജീഷ് കുമാറിന്റെ പരാതിയിൽ ബസ് ഉടമയ്ക്കെതിരെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം പേരൂർക്കടയിൽ 8ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ബോംബ് സ്ക്വാഡ് SI സജീവ് കുമാർ കീഴടങ്ങി. വഞ്ചൂർ പോക്സോ കോടതിയിലാണ് കീഴടങ്ങിയത്. സജീവ് കുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 8ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിയായ SI സജീവ് കുമാർ കീഴടങ്ങിയത്. തിരുവനന്തപുരം പോക്സോ കോടതിയിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു കീഴടങ്ങൽ. പോലീസ് ആസ്ഥാനത്തെ ബോംബ് സ്ക്വാഡ് SI ആയ സജീവ് കുമാർ കേസെടുത്തതിന് പിന്നാലെ ഒളിവിലായിരുന്നു. സജീവ് കുമാറിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. പേരൂർക്കട ASP ക്വാർട്ടേഴ്സ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി കൂടിയായിരുന്നു സജീവ് കുമാർ. അസോസിയേഷന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് SIയുടെ വീട്ടിലെത്തിയപ്പോൾ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. സ്കൂളിലെ കൗൺസിലിംഗിലാണ് പെൺകുട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. വഞ്ചിയൂർ കോടതിയിലെ മജിസ്ട്രേറ്റ് അഭിഭാഷക വിഷയത്തിൽ പ്രശ്നപരിഹാരം നീളും. ഇന്ന് ചീഫ് ജസ്റ്റിസുമായി ബാർ കൗൺസിൽ നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പായില്ല. മജിസ്ട്രേറ്റും അഭിഭാഷകരും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ കേരള ബാർ കൗൺസിൽ ഭാരവാഹികളും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും തമ്മിലുള്ള ചർച്ചയിൽ ചില പരിഹാര നിർദ്ദേശങ്ങൾ ഉയർന്നുവന്നു. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ബാർ കൗൺസിൽ അംഗങ്ങൾ നേരിട്ടെത്തും. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ എന്നിവരുമായി സംഘം ചർച്ച നടത്തും. ശേഷം 4-ാം തീയതി കൊച്ചിയിൽ അഭിഭാഷക സംഘടനകളുടെ യോഗം ചേരും. 5-ാം തീയതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അന്തിമ റിപ്പോർട്ട് നൽകും. ഇന്ന് നടന്ന ചർച്ചയിൽ ചീഫ് ജസ്റ്റിസിന് പുറമെ 4 മുതിർന്ന ജഡ്ജിമാരും അഡ്വക്കേറ്റ് ജനറലും പങ്കെടുത്തിരുന്നു. അഭിഭാഷകർക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്നും അഭിഭാഷകരായി 5 വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്തവരെ മാത്രം മജിസ്ട്രേറ്റ് നിയമനത്തിന് പരിഗണിക്കണമെന്നും സംഘം ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ഗതാഗത മന്ത്രി AK ശശീന്ദ്രനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി CITU സംസ്ഥാന പ്രസിഡന്റും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ആനത്തലവട്ടം ആനന്ദൻ. ശത്രുക്കൾ നടത്തുന്ന തൊഴിലാളി വിരുദ്ധ കാര്യങ്ങൾക്ക് സാക്ഷ്യം പറയുന്നതല്ല മന്ത്രിയുടെ ജോലിയെന്ന് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു.
KSRTCയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോർപ്പറേഷനിലെ CITU യൂണിയൻ അനിശ്ചിതകാല രാപ്പകൽ സത്യാഗ്രഹം തുടങ്ങിയത്. സമരം ഉദ്ഘാടനം ചെയ്ത CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ഗതാഗത മന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. ഗതാഗത മന്ത്രിക്ക് മറ്റു വകുപ്പുകളൊന്നുമില്ലല്ലോ എന്നും മന്ത്രി KSRTCയിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ എന്നും ആനത്തലവട്ടം ചോദിച്ചു. ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി KSRTCയുടെ ഭരണം നടത്തുന്നുണ്ടോ? ഭരണം നടത്തണം. മന്ത്രി പദവിയായിട്ട് നടന്നാൽ പോരാ. അതിൽ ദിവസേന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേറെ വലിയ ജോലിയില്ലല്ലോ. KSRTCയുടെ ഭരണം മാത്രമല്ലേ ഉള്ളത്. സർക്കാർ ഇടപെട്ട് പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കുന്നതുവരെ സമരം തുടരാനാണ് അസോസിയേഷന്റെ തീരുമാനം. നടൻ ഷെയ്ൻ നിഗത്തിന് വിലക്കേർപ്പെടുത്തിയ വിഷയത്തിൽ സമവായ ചർച്ച ഡിസംബർ 5-നോ അതിനുശേഷമോ നടക്കും. അമ്മ ഭാരവാഹികളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിൽ ഇക്കാര്യത്തിൽ തീരുമാനത്തിലെത്തി. ഷെയ്ൻ നിഗം നായകനായ വെയിൽ, ഖുർബാനി എന്നീ സിനിമകൾ പൂർത്തിയാക്കണമെന്ന് നിർമ്മാതാക്കൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന നിലപാടിലാണ് താരസംഘടനയായ അമ്മ. ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മ ഭാരവാഹികളും ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ചർച്ച ഡിസംബർ 5-ന് നടത്താനാണ് തീരുമാനം. വിലക്ക് പിൻവലിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഷെയ്ൻ അമ്മയെ സമീപിച്ചിരുന്നു. മുടങ്ങിപ്പോയ സിനിമ പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 2 ചിത്രങ്ങളുടെയും സംവിധായകരും ഫെഫ്കയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സമവായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ചലച്ചിത്ര മേഖലയിലെ സംഘടനകൾ. ഷെയ്ൻ നിഗം നാട്ടിൽ തിരികെ എത്താൻ വൈകിയാൽ 5-ാം തീയതിയിലെ ചർച്ച മാറ്റിവെക്കും. വയനാട് ചുരത്തിൽ യുവാക്കൾ സാഹസിക യാത്ര നടത്തിയ വാഹനം കസ്റ്റഡിയിലെടുത്തു. വാഹന ഉടമ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. വാഹനം ഓടിച്ചയാളുടെ ലൈസൻസ് റദ്ദാക്കാനും തീരുമാനിച്ചു. 2001 മോഡൽ സാൻഡ്രോ കാർ ഉപയോഗിച്ചാണ് യുവാക്കൾ ചുരത്തിലൂടെ സാഹസിക പ്രകടനം നടത്തിയത്. കോഴിക്കോട് ചേവായൂരിലുള്ള RT ഓഫീസിനു സമീപം നിർത്തിയിട്ട കാർ ഉച്ചയോടെ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വാഹനയുടമ പേരാമ്പ്ര സ്വദേശി ഷഫീർ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലൈസൻസ് റദ്ദാക്കുന്ന നടപടി സ്വീകരിക്കുമെന്നും RTO എൻഫോഴ്സ്മെന്റ് PM ഷബീർ പറഞ്ഞു. രജിസ്റ്റേർഡ് ഓണർക്കാണ് നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത്. രജിസ്റ്റേർഡ് ഓണർ പറയും ഇന്നയാളാണ് ആ സമയത്ത് വാഹനം ഓടിച്ചിരുന്നതെന്നുള്ളത് പറയും. അയാൾക്കെതിരെയാണ് ഡ്രൈവറുടെയും അയാളുടെ ലൈസൻസിനെതിരെയാണ് നമുക്ക് ഈ സംഭവത്തിൽ നടപടിയെടുക്കാൻ സാധിക്കുക. വാഹനമുടമയോട് ഇന്ന് ഹാജരാവാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഹാജരായില്ല. തുടർന്ന് 24 മണിക്കൂറിനുള്ളിൽ ഹാജരാകണമെന്ന് കാണിച്ച് വാഹനമുടമയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകി. അതേസമയം നിലവിൽ പ്രചരിക്കുന്ന ദൃശ്യത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ചും കൂടുതൽ പരിശോധന മോട്ടോർ വാഹന വകുപ്പ് നടത്തും. കേരള സർവകലാശാല മോഡറേഷൻ ക്രമക്കേടിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. കേസെടുത്ത് അന്വേഷിക്കണമെന്ന ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ശുപാർശയിലാണ് തീരുമാനം. സർവകലാശാലയിൽ സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കുന്നില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മോഡറേഷൻ ക്രമക്കേടിലെ പ്രാഥമിക പരിശോധനയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. സർവകലാശാലയിൽ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കുന്നില്ല, മോഡറേഷൻ ക്രമക്കേടിന്റെ ഉറവിടമായ ES സെക്ഷനിൽ ഗുരുതര അനാസ്ഥ, സെക്ഷനുകളിലെ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക കമ്പ്യൂട്ടർ ഇല്ല, ഡെപ്യൂട്ടി രജിസ്ട്രാറിന്റെ യൂസർ ഐഡിയും വിവരങ്ങളും മറ്റുദ്യോഗസ്ഥർക്ക് നൽകുന്നു എന്നതടക്കമുള്ള വീഴ്ചകൾ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ സർവകലാശാലയുടെ വീഴ്ചകൾ മുതലെടുത്താണോ തട്ടിപ്പ് നടത്തിയെന്ന് പരിശോധിക്കണമെന്നായിരുന്നു ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ശുപാർശ. DGPക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തായിരിക്കും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുക. അയോധ്യ ഭൂമി തർക്ക കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ ജമിയത്തുൽ ഉലമ ഹിന്ദ് പുനഃപരിശോധനാ ഹർജി നൽകി. പള്ളി തകർത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോടതി പരിഗണിച്ചില്ലെന്നും പള്ളി നിർമ്മിക്കാൻ സ്ഥലം നൽകിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. 217 പേജുള്ള ഹർജിയാണ് ഭരണഘടനാ ബെഞ്ചിന്റെ പുനഃപരിശോധനയ്ക്കായി നൽകിയത്. 3 വാദങ്ങളിലാണ് പ്രധാന ഊന്നൽ. 1, രേഖകളുടെ പിൻബലമില്ലാതെ 2.77 ഏക്കർ ഭൂമി ക്ഷേത്രത്തിനായി നൽകി. 2, 1934 ഡിസംബറിൽ ബാബറി മസ്ജിദിന്റെ മകുടങ്ങൾ തകർത്തതും 1949 പള്ളിക്കുള്ളിൽ രാമവിഗ്രഹങ്ങൾ കൊണ്ടുവച്ചതും 1992 പള്ളി തകർത്തതും തെറ്റാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നിട്ടും അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദം നൽകിയത് തെറ്റാണ്. 3 പള്ളി നിർമ്മിക്കാൻ പകരം 5 ഏക്കർ ഭൂമി വേണമെന്ന് ഒരു മുസ്ലിം സംഘടനയും കോടതിയിൽ ഉന്നയിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. കോടതിക്ക് മുന്നിലില്ലാത്ത ഒരു ആവശ്യത്തിൽ തീരുമാനം കൈക്കൊണ്ടത് തെറ്റ്. പുനഃപരിശോധനാ ഹർജി നൽകാനുള്ള അവകാശം കോടതി നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഹർജി നൽകിയതിൽ അസ്വാഭാവികത കാണേണ്ടെന്നും ജംഇയ്യത്തുൽ ഉലമെ ഹിന്ദ് അധ്യക്ഷൻ മൗലാന അർഷാദ് മദനി ഹർജി നൽകിയത് സ്ഥിരീകരിച്ച് വ്യക്തമാക്കി. പുനഃപരിശോധനാ ഹർജിയിൽ തീർപ്പുണ്ടാകുന്നതുവരെ വിധി സ്റ്റേ ചെയ്യണമെന്ന അപേക്ഷയും കോടതിക്ക് മുൻപാകെ ഇന്ന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. സവാളയ്ക്കും ഉള്ളിക്കും വില 100 കടന്നു. മറ്റ് പച്ചക്കറികൾക്കും വിപണിയിൽ റെക്കോർഡ് വില വർധന. 1 കിലോ ഉള്ളിയുടെ ഇന്നത്തെ വില 140 രൂപയാണ്. സവാളയ്ക്ക് 120 രൂപയും ക്യാരറ്റ് കിലോയ്ക്ക് 90 രൂപയുമാണ് വില. വിപണിയിലെ ഉയർന്ന വില കാരണം പലരും പച്ചക്കറി വാങ്ങാതെയാണ് മടങ്ങുന്നത്. സവാളയ്ക്ക് മാത്രമല്ല 165 രൂപ ഉണ്ടായിരുന്ന വെളുത്തുള്ളിക്ക് 25 രൂപ വർദ്ധിച്ച് 190 രൂപയിലെത്തി. തക്കാളിക്ക് 60-ൽ നിന്ന് 70 രൂപയായി. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി എത്താത്തതും ഇടയ്ക്കിടെയുണ്ടാകുന്ന കനത്ത മഴയുമാണ് വിലക്കയറ്റത്തിന് കാരണമായി കച്ചവടക്കാർ പറയുന്നത്. സവാള ഇപ്പോൾ വിൽക്കണം 110 രൂപ, ഉള്ളി 120 രൂപ ഒക്കെ വിൽക്കണം. പിന്നെ വില കുറവെന്ന് തക്കാളി, അച്ചിങ്ങയൊക്കെ ചേട്ടൊക്കെ വില കുറവാണ്. പിന്നെ സവാള, ഉള്ളി, വെളുത്തുള്ളി മാത്രമല്ല ഇച്ചിരി വില കൂടിയേക്കുന്നത്. അതായത് ഈ സാധനം വരാത്തോറമാണ് സാധനത്തിന് വില കൂടുതൽ. വിലവർധന സാധാരണക്കാരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ്. 2 മാസം കഴിഞ്ഞ് വിലയിൽ ഇടിവുണ്ടാകൂവെന്നാണ് മൊത്തക്കച്ചവടക്കാർ പറയുന്നത്. രാജ്യത്തെ 6 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കൂടി സ്വകാര്യവൽക്കരിക്കും. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് കേന്ദ്ര സർക്കാരിന് സ്വകാര്യവൽക്കരണ നിർദ്ദേശം നൽകിയത്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി, പഞ്ചാബിലെ അമൃത്സർ, യു.പിയിലെ വാരാണസി, ഒഡീഷയിലെ ഭുവനേശ്വർ, മധ്യപ്രദേശിലെ ഇൻഡോർ, ഛത്തീസ്ഗഡിലെ റായ്പൂർ വിമാനത്താവളങ്ങൾ കൂടി സ്വകാര്യവൽക്കരിക്കാനാണ് നിർദ്ദേശം. തിരുവനന്തപുരം, അഹമ്മദാബാദ്, ജയ്പൂർ, ലക്നൌ, ഗോഹട്ടി, മംഗലാപുരം വിമാനത്താവളങ്ങൾ പൊതുസ്വകാര്യ പങ്കാളിത്തത്തിലൂടെ വികസിപ്പിക്കുന്നതിന് സമാന്തരമായാണ് തീരുമാനം. രാജ്യത്തെ 100-ലധികം വിമാനത്താവളങ്ങളുടെ ഉടമസ്ഥത, നടത്തിപ്പ് അവകാശം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലുള്ള എയർപോർട്ട് അതോറിറ്റിക്കാണ്. ഇതിൽ 25ഓളം വിമാനത്താവളങ്ങളെ സ്വകാര്യവൽക്കരിക്കാനാണ് തീരുമാനം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വരുമാനം കൂട്ടാനും വിമാനത്താവളങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താനുമാണ് സ്വകാര്യവൽക്കരണമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. അതേസമയം തിരുവനന്തപുരം, ജയ്പൂർ, ഗോഹട്ടി വിമാനത്താവളങ്ങൾ ഇതുവരെ അദാനി ഗ്രൂപ്പിന് കൈമാറിയിട്ടില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് കേരളത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തും നൽകിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭോപ്പാൽ വാതക ദുരന്തത്തിന് 35 വയസ്സ്. 1984 ഡിസംബർ 2 രാത്രി വിഷവാതകം ശ്വസിച്ച് ഭോപ്പാലിൽ പൊളിഞ്ഞത് 16,000-ലധികം ജീവനുകളായി. അമേരിക്കൻ കെമിക്കൽ കമ്പനിയായ യൂണിയൻ കാർബൈഡിന്റെ ഭോപ്പാലിലെ കീടനാശിനി നിർമ്മാണശാലയിലെ വാതകക്കുഴലുകൾ വൃത്തിയാക്കുന്നതിനിടെ മീഥൈൽ ഐസോസൈനേറ്റ് സൂക്ഷിച്ചിരുന്ന സംഭരണിയിൽ വെള്ളം കയറി. തുടർന്നുണ്ടായ രാസപ്രവർത്തനത്തിലാണ് സംഭരണിയിൽ ചോർച്ചയുണ്ടായത്. രാത്രി 10:30-യോടെ സംഭരണിയിൽ നിന്ന് വിഷവാതകം ഭോപ്പാലിന്റെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. വിവരണാതീതമായിരുന്നു ആ രാത്രി. കണ്ണുകളിൽ നീറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭോപ്പാൽ ജനത തെരുവിലേക്കിറങ്ങി പരക്കം പാഞ്ഞു. നേരം പുലർന്നപ്പോഴേക്കും ഭോപ്പാൽ ശവപ്പറമ്പായി മാറിയിരുന്നു. 3787 പേർ മരിച്ചെന്ന് സർക്കാർ പറയുമ്പോൾ മരണസംഖ്യ 10,000 കടന്നിരുന്നുവെന്ന് അനൌദ്യോഗിക കണക്കുകൾ. 35 വർഷത്തിനിപ്പുറവും ആ ദുരന്തത്തിന്റെ പ്രകമ്പനങ്ങൾ അവസാനിച്ചിട്ടില്ല. അർബുദ രോഗങ്ങളോട് മല്ലിടുന്നവർ, വൈകല്യം ബാധിച്ചവർ, അവയവങ്ങൾ പ്രവർത്തനരഹിതമായവർ. ദുരന്തത്തിന്റെ വേട്ടയാടൽ ഇപ്പോഴും ഭോപ്പാലിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ദുരന്തം നടന്ന് 3 തലമുറകൾക്ക് ശേഷമുള്ള സ്ത്രീകളിൽ പലർക്കും അമ്മയാകാൻ സാധിച്ചിട്ടില്ല. അർഹമായ നഷ്ടപരിഹാരത്തിനായി നിരവധി പേർ ഇപ്പോഴും നിയമയുദ്ധത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ അഭിഭാഷകരോ ഇംപീച്ച്മെന്റ് ഹിയറിംഗിൽ പങ്കെടുക്കില്ലെന്ന് വൈറ്റ് ഹൌസ്. നീതിപൂർവമല്ലാതെയും അടിസ്ഥാനപരമായ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെയുമാണ് ഇംപീച്ച്മെന്റ് നടപടികൾ പുരോഗമിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് അഭിഭാഷകൻ പാറ്റ് സിപ്പോലോൺ വ്യക്തമാക്കി. ഹിയറിംഗിനൊരുങ്ങാൻ ആവശ്യമായ സമയം വൈറ്റ് ഹൌസിൽ നൽകുന്നതിൽ ഹൌസ് ജുഡീഷ്യറി കമ്മിറ്റി പരാജയപ്പെട്ടെന്നാരോപിച്ച പാറ്റ് സിപ്പോലോൺ സാക്ഷികളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും നൽകിയില്ലെന്നും കുറ്റപ്പെടുത്തി. ട്രംപിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് നേരിട്ടറിയുന്ന സാക്ഷികളൊന്നുമില്ലെന്നും സംഭവങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നവർ മാത്രമാണ് ഇപ്പോഴത്തെ സാക്ഷികളെന്നും മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. ജുഡീഷ്യറി കമ്മിറ്റി 3 സാക്ഷികളെ വിളിപ്പിച്ചപ്പോൾ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് 1 സാക്ഷിയെ മാത്രം വിളിക്കാനുള്ള അനുമതിയാണ് നൽകിയതെന്നും സിപ്പോലോൺ കത്തിൽ പറയുന്നു. ഇംപീച്ച്മെന്റ് നടപടികൾ നീതിപൂർവ്വമാണ് നടക്കുന്നതെന്ന ജുഡീഷ്യറി കമ്മിറ്റി ചെയർമാൻ ജെറോൾഡ് നാദ്ലറിന്റെ അവകാശവാദത്തെ പാറ്റ് സിപ്പോലോൺ നിശിതമായി വിമർശിച്ചു. തുടർന്നുള്ള ഹിയറിംഗുകളിൽ ട്രംപ് പങ്കെടുക്കണമെങ്കിൽ നീതിപൂർവമായ നടപടികൾ നടക്കുന്നുവെന്ന് നാദ്ലർ ഉറപ്പുവരുത്തണമെന്ന് സിപ്പോലോൺ ആവശ്യപ്പെട്ടു. ഹിയറിംഗിനായി ഹാജരാകാൻ പ്രതിനിധി സഭയുടെ ജുഡീഷ്യറി കമ്മിറ്റി ചെയർമാൻ ജെറോൾഡ് നാദ്ലർ നവംബർ 26-നാണ് ട്രംപിനെ ക്ഷണിച്ച് കത്തയച്ചത്. ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വൻ പരിഷ്കാരങ്ങളുമായി ഗൂഗിൾ മാപ്പ്. കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ളതായിരിക്കും ഗൂഗിൾ മാപ്പിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഫോൺ സ്ക്രീനിൽ പതിവ് മാപ്പ് നാവിഗേഷന് പകരമായി ഡിജിറ്റൽ സ്ട്രീറ്റ് സൈനുകളും വെർച്വൽ ആരോകളും വെച്ചാണ് പുതിയ നാവിഗേഷൻ. റോഡിൽ ഏതു ഭാഗത്തേക്കാണ് തിരിയേണ്ടത് എന്ന് സംശയമുണ്ടാകുമ്പോൾ ഇനി ഡിജിറ്റൽ ആരോകൾ ഏതു ഭാഗത്തേക്ക് തിരിയണം എന്ന് കൃത്യമായി കാണിച്ചു തരും. You exit the subway, you're already running late for an appointment. The phone says, head south on Market Street. So what do?
One problem, you have no idea which way is south. So you look down at the phone, you're looking at that blue dot on the map, and you're starting to walk to see if it's moving in the same direction. If it's not, you're turning around. You open the camera, you instantly know where you are. No futzing with the phone. All the information on the map, the street names, the directions, right there in front of you. ഫോൺ ഉയർത്തിപ്പിടിക്കുമ്പോൾ മാപ്പിന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി നാവിഗേഷൻ ഓൺ ആകും. ഡിജിറ്റൽ ആരോകൾ നിങ്ങൾക്ക് വഴി കാട്ടുന്നതിനാൽ പെട്ടെന്ന് ഫോൺ നോക്കി അത് തിരിച്ചുവെക്കാം. ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന് സംശയമുള്ളവർക്കും പുതിയ മാപ്പ് സാങ്കേതികവിദ്യ സഹായകമാകും. ഇപ്പോൾ വലിയ പ്രൊജക്ടറുകളിലും TV സ്ക്രീനിലും മാത്രം കാണുന്ന ഓഗ്മെന്റഡ് റിയാലിറ്റി മൊബൈലിലേക്ക് വരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇതോടെ സാധാരണക്കാർക്കും ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന സാങ്കേതികവിദ്യ ജീവിതത്തിൽ ഏറെ പ്രയോജനപ്പെടും. റിസർച്ച് 24 പൂർത്തിയാവുന്നു.